സിസ്റ്റം സോഫ്റ്റ്വെയർ പേര് തന്നെ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. The software used for operating the system or computer. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുക സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടാസ്കിന് വേണ്ടി പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ത് വിളിക്കാം? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കാം. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. പ്രത്യേക ആവശ്യം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം ഏത് സോഫ്റ്റ്വെയർ ആണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സിംപ്ലി ആപ്പ് എന്ന് വിളിക്കും, ആപ്പ്. അപ്പോൾ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരുപാട് കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു. ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം. PSC ടോക്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. കേരളത്തിലെ നമ്പർ 1 ആപ്ലിക്കേഷനായ PSC ടോക്സ് ഇതാ പരീക്ഷയും കോവിഡ് സാഹചര്യവും കണക്കിലെടുത്ത് കേരളത്തിലെ മുഴുവൻ PSC ഉദ്യോഗാർത്ഥികൾക്കും ഫ്രീ ലൈവ് ക്ലാസുകൾ നൽകുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൃത്യമായി പഠിക്കുക. ഒരു സർക്കാർ ജോലി ലഭിക്കുവാൻ വേണ്ട റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളിലോട്ട് പോയാലോ? സിസ്റ്റം സോഫ്റ്റ്വെയറിലെ 3 എക്സാമ്പിളായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയറിന് 3 എക്സാമ്പിൾ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Next one is operating system. Next one is language processors. Language processors. Third one is utility software. Utility software. Utility softwares. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഇത് 3ഉം എന്തിന് എക്സാമ്പിൾ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മറക്കരുത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഒരിക്കൽ കൂടെ നമ്മൾ പഠിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ മസ്റ്റ് ആയിട്ട് വേണം? സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് ആയിട്ട് വേണം. ഇനി പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും കമ്പ്യൂട്ടറെ കൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നു.